എല്ലാവർക്കും വിനീസ് പാലസ് ഐഡിയാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് പൊറോട്ടയും ചിക്കൻ കറി ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മൈദ 400 ഗ്രാം, പിന്നെ പഞ്ചസാര 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂൺ. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടറോ നെയ്യോ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ആവശ്യത്തിന് സാധാരണ തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒന്ന് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി പിടിക്കും കയ്യിൽ ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈദ ആയതുകൊണ്ട് നന്നായിട്ട് പിടിക്കും. അപ്പോൾ പിടിച്ചാൽ സാരമില്ല, നമ്മൾ നന്നായിട്ട് ഇത് നല്ലൊരു സോഫ്റ്റാക്കി നല്ലൊരു പരുവത്തിലാക്കി ഇത് കുഴച്ചെടുക്കണം. അപ്പം പിന്നെ ലാസ്റ്റ് ഒന്ന് കുഴച്ച് ആ ഒരു അവസരം വരുമ്പോഴത്തേക്ക് പിന്നെയും കൈ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി, അതായത് മൈദപ്പൊടിയും കൂടി തൂകി ഇത് നമുക്ക് നല്ലൊരു ബോളായിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് ജസ്റ്റ് ഒരു സ്ലാബിലേക്കോ അല്ലെങ്കിൽ ടേബിളിൻ്റെ ടോപ്പിലേക്കോ ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ പിടിക്കും, എന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ, അതായത് ഏകദേശം ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ അതൊരു നല്ലൊരു മയത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ എന്തോരം കുഴയ്ക്കുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ലെയറും ഒക്കെ വരുന്നത് നമ്മൾ ഈ കുഴയിലാണ് അതിൻ്റെ ആ ഒരു ട്രിക്ക് ഇരിക്കുന്നത്. നന്നായി ഇത് കുഴച്ചതിന് ശേഷം നമുക്ക് 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ആ സോഡാപ്പൊടി വയ്ക്കുന്ന വിട്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി നല്ലൊരു മയം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ആ ബൗളിലേക്ക് ഞാനത് എടുത്ത് വെച്ച് നന്നായിട്ട് എണ്ണയൊക്കെ പുറത്ത് വയ്ക്കും. അത് തൊട്ട് നന്നായിട്ടൊന്ന് പരട്ടി, അതായത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് വരണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ പരട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇത് കണ്ടാൽ നല്ല പോലെ വലിഞ്ഞ് നല്ല ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് വന്നിരിക്കുന്നത്, പഞ്ഞിക്കെട്ട് പോലെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവം. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എത്ര പൊറോട്ടയുടെ മാവ് വേണോ അതനുസരിച്ച് നമ്മൾ ബോൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ 400 ഗ്രാം കൊണ്ട് ഒരു ഏകദേശം 12 പൊറോട്ടയൊക്കെ ഉണ്ടാക്കാം. അപ്പം അതിന് നമ്മൾ ബോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും 6 ബോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 6 ബോൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 7 ആവാം, നമ്മൾ ഓരോ കൈയുടെ വലിപ്പം അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ബോൾ നമ്മൾ പരത്തി വന്നു കഴിയുമ്പോൾ അത് 2 എണ്ണമായിട്ട് വരും. അപ്പോൾ ഒരു ബോളിൽ നിന്ന് തന്നെ നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കാം. അങ്ങനെയാണ് ഇതിൻ്റെത്. അപ്പം ഈ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ആ ബോളെല്ലാം നമ്മൾ ഓരോന്നുണ്ടാക്കി എണ്ണയെല്ലാം പരട്ടി ഇത് നമ്മളൊരു നനഞ്ഞ തുണി ഇതിന് മുകളിൽ കവർ ചെയ്ത് വീണ്ടും ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഒരു മയം വരും. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 വലിയ സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സവോള ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ കളറിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ കറി വയ്ക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കുക. അതിന് ഈ സവോള നന്നായിട്ടൊന്ന് ഇങ്ങനെ വാടിക്കിട്ടി നമ്മളൊന്ന് വാരി വെക്കണം. അതായത് കറി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കറിക്കകത്തേക്കൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ, വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളമയം വരും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ സവോള ഇങ്ങനെ വാട്ടിയതിന് ശേഷം കറിക്കകത്തേക്ക് ഇടുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പറയണ്ട, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഈ സവോളയ്ക്കും ഇഞ്ചി വെളുത്തുള്ളി ഇതിനൊന്നും ഞാൻ അളവ് പറയുന്നില്ല. കാരണം എന്താ കഴിഞ്ഞാൽ എന്തുമാത്രം സവോള ഇടുന്നോ അത് മാത്രമേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 4 സവോളയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത് നന്നായിട്ട് ദഹിക്കണം, അല്ലെങ്കിൽ ഗ്യാസ് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കണം. അതുപോലെ തന്നെ തക്കാളി 1, എനിക്കിപ്പോൾ ചെറിയ പുളിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 1 തക്കാളി തക്കാളിയുടെ സ്ഥാനത്ത് 2 തക്കാളി ഇടുന്നതിനും കുഴപ്പമില്ല. ഈ 4 സവോള നമ്മൾ വഴട്ടിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊന്ന് ഗോൾഡൻ കളർ ആക്കിയതിന് ശേഷം കുറച്ച് ഈ കടുക് പൊട്ടിച്ച് സവോളയൊക്കെ ഒന്ന് ഇടും. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ 2 തരത്തിലുള്ള ചെയ്യാം. ഇനി വേണമെങ്കിൽ ഈ സവോള നമുക്ക് മിക്സിക്കകത്തൊക്കെ ഒന്ന് അടിച്ച് അതിന് പേസ്റ്റായിട്ട് കറിക്കകത്ത് ഉൾപ്പെടുത്തിയാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പല വിധത്തിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അടിക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് വഴട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് നന്നായിട്ട് ചേർക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി കളയുമ്പോൾ ഞാൻ അതിൻ്റെ തൊണ്ടൊന്നും കളയാറില്ല, ജസ്റ്റ് ഒന്ന് ചതച്ച് അത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കും. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആക്കിയതിന് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊരു ബോക്സിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1-2 ആഴ്ച അതിനകത്ത് കേടുകൂടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴും തൊണ്ട് പൊളിച്ച് കഷ്ടപ്പെടണ്ട. പെട്ടെന്നൊക്കെ കറി വയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഈ ടിപ്പൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ അതൊന്ന് വരണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളി ഇട്ടു. പിന്നെ നമുക്ക് ഇലകൾ, മല്ലിയില, കറിവേപ്പില എല്ലാം ഇട്ടു. അതിന് ശേഷം മസാലകളിടാം, ചിക്കൻ മസാല. അപ്പോൾ ഞാനിവിടെ ഒരു 1 കിലോയോളം ഉണ്ട് ഇറച്ചി കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ ഒരു 2-3 ടീസ്പൂൺ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല,
കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വയ്ക്കും. അപ്പോൾ ചില്ലി പൗഡർ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം എനിക്ക് കൂടുതൽ പെപ്പറിൻ്റെ പൗഡർ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പെപ്പറാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അത് തിളച്ച് അതിനകത്ത് എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പം അതിന് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ അത് തിളച്ച് ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. ഈ തിക്ക് ഗ്രേവി അല്ല ലൂസായിട്ടുള്ള ചാറാണ് ഇഷ്ടമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ അത് ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് ഞാൻ കഴുകി ചെറുതാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൂട്ട് അത്യാവശ്യം എണ്ണ തെളിഞ്ഞ് ഒന്ന് തിളച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങളിടാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ തീരെ ഗ്രേവി ഇല്ലാത്തതാണ് ഇഷ്ടമെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളം വന്നോളും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് ഇളക്കുക. ഈ കഷ്ണം ഇടുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രോയിലർ കോഴിക്ക് അധികം വേവില്ല. നാടൻ കോഴിക്കാണെങ്കിൽ അതല്ല കേട്ടോ. നാടൻ കോഴിക്കാണെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വിസിലടുപ്പിക്കണം. ഒരു 5 വിസിലെങ്കിലും അടുപ്പിച്ചിട്ട് വേണം നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാടൻ കോഴി വയ്ക്കുന്നത് എനിക്ക് ഒന്ന് വറുത്ത് വയ്ക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇത് അതിനധികം വേവില്ല. ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതാണ്. അപ്പോൾ ഈ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും കുറച്ച് ഗ്രേവി ചാറുള്ളതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് അത്യാവശ്യം ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കറി ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. അപ്പോൾ ഈ ചിക്കൻ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ കഷ്ണം എല്ലാം കൂടി ഇട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ കറി ഒരു വൃത്തിയായിട്ടിരിക്കത്തില്ല. അപ്പോൾ ഒന്ന് തിള തുടങ്ങി കഴിയുമ്പോഴത്തേക്കുമാണ് ചിക്കൻ്റെ കറി ഇളക്കാനുള്ളൂ. ഇനി അത് തിളയ്ക്കണ സമയം കൊണ്ട് നമ്മുടെ പൊറോട്ട എടുത്ത് നമുക്ക് നന്നായിട്ട് പരത്തി ലെയറൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ആ കൗണ്ടർ ടോപ്പിൽ എണ്ണ പുരട്ടുക. കുറച്ച് പൊടിയും തൂവിയതിന് ശേഷം ഓരോ ബോൾ എടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ വീശി അടിക്കുന്നില്ല. വീശി അടിക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. സാധാരണ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ല വീതി കുറഞ്ഞ് നല്ല നീളത്തിൽ വയ്ക്കുക. അപ്പോൾ പറ്റി പിടിക്കുന്നുണ്ടൊന്നും നോക്കൊന്നും വേണ്ട. നമ്മളത് പിന്നെ അത് കൈ കൊണ്ട് തൂത്ത് അല്ലെങ്കിൽ കത്തി കൊണ്ട് തൂത്തൊക്കെ എടുക്കാം. അപ്പോൾ മാക്സിമം അത് പരത്താവുന്നത്രയും പരത്തുക. എന്നിട്ട് കുറച്ച് പൊടിയും കൂടി തൂവുക. അതിന് ശേഷം ഒരു കത്തി എടുത്ത് ദൂരം വരയ്ക്കാമോ, അതായത് ലെയറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കീറി വിടുക. അപ്പം പറ്റുന്നത്രയും ചെറുതായിട്ട് നല്ലപോലെ കീറി വിടുക. അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബോളിൽ നിന്ന് നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ ആ നടുക്ക് ഹാഫായിട്ട് ഇഷ്ടം പോലെ ലെയറുകൾ ഇങ്ങനെ കത്തി കൊണ്ട് ചീവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് നീളത്തിലെടുത്ത് നമുക്കൊരു ബോളാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ മാറ്റിയെടുക്കുന്നതാണ് ഒരു പൊറോട്ട. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് മാറ്റി ഇങ്ങനെ റൗണ്ടാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ എടുത്ത് വയ്ക്കുന്നത് നമ്മൾ പിന്നെ പരത്തി എടുത്ത് നമ്മൾ തവയിലിട്ട് ചുട്ടെടുക്കുമ്പോൾ പൊറോട്ട റെഡിയായി കഴിയും. ഇതല്ല വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ കൂടുതൽ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ഞാനങ്ങനെ നെയ്യൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് അത് പരത്തി എടുത്ത് ചുട്ടെടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ പൊറോട്ട റെഡിയായി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പം ഈ കറിക്കകത്ത് കുറച്ച് വെള്ളം അധികമായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഒന്നും കൂടി ഒന്ന് പറ്റിക്കോട്ടെ, മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം കാണിച്ച പോലെ തന്നെ ബാക്കിയുള്ള ഓരോ പൊറോട്ടയുടെ ബോളുകളും നമുക്കിതുപോലെ നന്നായിട്ട് പരത്തി ലെയറാക്കി ചുറ്റി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിനെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും കറി റെഡിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ബോളിൽ നിന്ന് 2ആയിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പം ആ ടോപ്പിൽ നന്നായിട്ട് പിടിക്കുന്നതൊക്കെ ആയിട്ട് തോന്നും. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നല്ലപോലെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് ലെയറായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് നീണ്ടൊക്കെ വരും. അതിങ്ങനെ ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വട്ടത്തിൽ ചുറ്റി വയ്ക്കുക. അത്രേ ചെയ്യാനുള്ളൂ.
അപ്പോൾ പൊറോട്ട എല്ലാം ഒരു വിധത്തിൽ ഞാനിങ്ങനെ ലെയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ കറി ഏകദേശം പറ്റായിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇനി ആ സമയം നമ്മൾ ആദ്യം വാട്ടി വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിന് മുകളിലേക്ക് താളിച്ചെടുത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കറി പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സവോള ഇട്ട് കഴിയുമ്പോഴത്തേക്കും കറി വീണ്ടും തിക്കാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ, കറി ഓൾറെഡി റെഡിയായി. ഇനി നമ്മൾ പൊറോട്ട ചുട്ട് വെച്ചിരിക്കുന്നതാണിത്. അപ്പം അത്യാവശ്യം ലെയറൊക്കെ ഉണ്ട്, എന്നാൽ ഒത്തിരി ലെയറില്ല, പക്ഷെ നല്ല സോഫ്റ്റാണ് പൊറോട്ട. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.